नमस्ते दोस्तों, हिंदी वर्ल्ड में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. ഇന്നത്തെ വീഡിയോയിൽ കേട്ടറ്റ് ഫോർ ഹിന്ദി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള MCQ ആണ്. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം, भारतीय संविधान के किस अनुच्छेद के अनुसार संघ की राजभाषा हिंदी और लिपि देवनागरी है? ऑप्शंस നോക്കാം. अनुच्छेद 340, अनुच्छेद 353, अनुच्छेद 343, अनुच्छेद 320. ഏതാണ് കറക്റ്റ് ആൻസർ നോക്കാം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അനുച്ഛേദ് 343 ആണ്. അടുത്ത ചോദ്യം, आपका बंडी उपन्यास में चित्रित प्रमुख समस्या क्या है? ऑप्शंस सांप्रदायिकता, बेकारी, पारिवारिक विघटन, गरीबी. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കാം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പാരിവാരിക് വിഘടനാണ്. അടുത്ത ചോദ്യം, गर्मी में आराम से सोया नहीं जाता, वाची की दृष्टि से यह वाक्य किस कोटि में है? ऑप्शंस भाववाच्य, कर्तृवाच्य, कर्मवाच्य, इनमें से कोई नहीं. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ഗസ് ചെയ്തോളൂ. കറക്റ്റ് ആൻസർ നോക്കാം. ഓപ്ഷൻ എ, ഭാവവാച്യാണ് കറക്റ്റ്. നെക്സ്റ്റ് ചോദ്യം, इनमें किसकी गणना प्रगतिवादी साहित्यकार के रूप में की जाती है? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കേദാർനാഥ് അഗ്രവാൾ, ഘനാനന്ദ്, മതിറാം, മഹാവീർ പ്രസാദ് ദ്വിവേദി. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. കറക്റ്റ് ആൻസർ വരുന്നത് കേദാർനാഥ് അഗ്രവാൾ, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിഹാരി കാ സംബന്ധ് കിസ്കെ ദർബാർ സേ ഥാ? ഓപ്ഷൻസ് വരുന്നത് സമ്രാട്ട് അക്ബർ സെ, ജയ്പൂർ നരേഷ് ജയസിംഗ് കെ, സമ്രാട്ട് ചന്ദ്രഗുപ്ത് കെ, സമ്രാട്ട് പൃഥ്വിരാജ് ചൗഹാൻ കെ. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ജയ്പൂർ നരേഷ് ജയസിംഗ് കെ. അടുത്ത ക്വസ്റ്റ്യൻ, തുളസീദാസ് की रचना इनमें कौन सी है? ऑप्शंस भक्तमाल, साहित्य लहरी, कृष्ण गीतावली, രാംചന്ദ്രിക. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കാം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, കൃഷ്ണ ഗീതാവലിയാണ്. അടുത്ത ചോദ്യം, भारत की संविधान सभा ने किस तारीख को भारत संघ की राजभाषा के रूप में हिंदी को मान्यता दी? ഓപ്ഷൻസ് വരുന്നത് 14 സിതംബർ 1950, നെക്സ്റ്റ് 14 സിതംബർ 1949, 26 ജനുവരി 1950, 15 അഗസ്റ്റ് 1947. അതിൽ കറക്റ്റ് ആൻസർ സിമ്പിളാണ്, 14 സിതംബർ 1949. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, यह फूल देविका को देना, यहाँ देविका को कौन सा कारक है? ऑप्शंस कर्ता कारक, संप्रदान कारक, कर्म कारक, അപാദാൻ കാരക്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ നോക്കാം. ഇതിൽ നൽകുകയാണല്ലോ, അതുകൊണ്ട് തന്നെ സമ്പ്രദാൻ കാരകാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, अलाउंस के लिए प्रयुक्त हिंदी शब्द क्या है? ऑप्शंस वित्त, रकम, भत्ता, धनराशि. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ അഥവാ കറക്റ്റ് ആൻസർ വരുന്നത് ഭത്തായാണ്. അപ്പോൾ ഇതുപോലെ കേട്ടിട്ട് 3 or 4 ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കഴിഞ്ഞതിൽ കേട്ടിട്ട് 4 ആവശ്യപ്പെട്ടിരുന്നത് കൊണ്ടാണ് ഇട്ടത്. കേട്ടിട്ട് 3 ആരും ആവശ്യപ്പെട്ട് കണ്ടില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.